Have a nice time. This is Olmi here. സ്പെഷ്യൽ പുട്ടുവെള്ളരി ജ്യൂസ് ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ്. നല്ലപോലെ വിളഞ്ഞ് പാകമായിട്ട് പൊട്ടിത്തുടങ്ങിയ പുട്ടുവെള്ളരിയാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ പൊട്ടി കിട്ടില്ല കറക്റ്റായിട്ട്. പൊട്ടുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ വാഷ് ചെയ്തിട്ട് വേണം വയ്ക്കാൻ. ഇത് ടൈം ആകുമ്പോൾ തനിയെ പൊട്ടിക്കോളും. അതുകൂടാതെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആവശ്യമുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്. ഇതൊരു 3 ടേബിൾ സ്പൂൺ അരി വറുത്തെടുത്തതാണ്. അതുകൂടാതെ ഒരു 4 ഏലക്കയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഒന്നുകിൽ നമുക്ക് ഈ പുട്ടുവെള്ളരിയുടെ സീഡ്സ് ഉൾപ്പെടെ ജ്യൂസാക്കി എടുക്കാം. ജസ്റ്റ് ഈ തൊണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീഡ്സ് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ചിരണ്ടി മാറ്റി ജാറിലേക്ക് ഇട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജ്യൂസ് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അതും പുട്ടുവെള്ളരിയുടെ ഫ്രഷും കൂടെ ചേർത്തിട്ട് ജ്യൂസാക്കി എടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അരിയുണ്ട്. ഇത് നമ്മൾ ഓയിലൊന്നും ഇല്ലാതെ ചുമ്മാ ഒരു ഫ്രൈ പാനിൽ വറുത്തെടുക്കുന്നതാണ്. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിപ്പം ഈ ചെറിയ പുട്ടുവെള്ളരിയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇത് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ സ്കിന്ന് ഇങ്ങനെ പീൽ ചെയ്യാൻ പറ്റും. ഇതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചീന്തി എടുത്താൽ മതി. ഇത് കുറച്ച് ക്ഷമ വേണ്ട പരിപാടിയാണ്. ഈ പുട്ടുവെള്ളരി അല്ലെങ്കിൽ ബ്ലൗൺ ക്യുക്കമ്പർ അല്ലെങ്കിൽ സ്നാപ്പ് മെലൺ, ഇത് നല്ലൊരു സമ്മർ ഡ്രിങ്കാണ്. നമ്മുടെ ബോഡിയൊക്കെ നല്ലപോലെ കൂൾ ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ്. നൈഫ് വെച്ച് ഇതിൻ്റെ തൊലി പീൽ ചെയ്യുമ്പോൾ നല്ലപോലെ ക്ഷമ വേണം. ഇല്ലെങ്കിൽ നമ്മൾ തൊലി ഇങ്ങനെ പീൽ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഫ്ലഷ് കൂടെ പോരും. ഭയങ്കര തിന്നായിട്ടുള്ള തൊലിയാണത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. തേങ്ങ ചിരണ്ടിയത് അങ്ങനെ തന്നെ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലായിട്ട് ചേർക്കാം. ഇനി ഷുഗറിന് പകരം നമുക്ക് ശർക്കര വേണമെങ്കിൽ ഉപയോഗിക്കാം. പീൽ ചെയ്തിട്ട് ബാലൻസ് അവിടെ ഇവിടെയൊക്കെയുള്ള സ്കിന്ന് കളയാൻ നമുക്ക് ഇങ്ങനെ ഒന്ന് ചുരുണ്ടിയാൽ മതി. ക്ലിയറായിട്ട് കിട്ടും. നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ സീഡ്സൊക്കെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ സീഡ്സൊക്കെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ്. 2 സെക്കൻഡ് പൾസ് ചെയ്താൽ മതി. നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. സീഡ്സ് ഉണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും വരാനില്ല. സീഡ്സ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അതോടെ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സിയൊന്നും ഉപയോഗിക്കണമെന്നില്ല. ചുമ്മാ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റുന്നതാണ് നമുക്ക്. ഇടയ്ക്ക് ചെറിയ ചെറിയ പീസ് ഉള്ളത് നല്ലതാണ്. ഇതിപ്പോൾ വളരെ തിക്കായിട്ടുള്ളൊരു ഫോമിലാണ്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ ജ്യൂസിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഈ അരി വറുത്തത് കൂടെ ഈ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഇടയ്ക്ക് കടിക്കുന്ന നല്ല ടേസ്റ്റാണ്.
നമ്മുടെ സ്പെഷ്യൽ പുട്ടുവെള്ളരി ജ്യൂസ് സംഭവം ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഒരു നുള്ള പഞ്ചസാര പൊടിച്ചതും ഏലക്ക പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കുക. ലവ് ആൻഡ് പീസ്. ഹാവ് നൈസ് ടൈം. ദിസ് ഇസ് ഓൾ മൈ ഹിയർ. പുട്ടുവെള്ളരി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്.